ഒരു നാടകത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു നാടകത്തിലേക്ക് കടക്കാം. ഒരാളുടെ പേര് പറഞ്ഞ് തുടക്കം. പേര് സ്നേഹലത റെഡ്ഡി. ജനനം 1932, ആന്ധ്രാപ്രദേശ്. നടി, നാടക പ്രവർത്തക, ചലച്ചിത്ര പ്രവർത്തക, എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക. ബ്രിട്ടീഷുകാരായാലും ഇന്ത്യൻ ഭരണകൂടമായാലും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെറുപ്പം മുതൽ നിലകൊണ്ടു. ഭർത്താവ് പട്ടാഭിരാമ റെഡ്ഡിയും സ്നേഹലതയും റാം മനോഹർ ലോഹ്യയുടെ അടുത്ത അനുയായി. പട്ടാഭിരാമ റെഡ്ഡി സംവിധാനം ചെയ്ത യാഥാസ്ഥിതിക ഇന്ത്യൻ ജാതി സമൂഹത്തെ വെല്ലുവിളിച്ച സംസ്കാര എന്ന സിനിമയിലെ ചന്ദ്രി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് സ്നേഹലത ദേശീയ ശ്രദ്ധ നേടി. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയിൽ മിസ നിയമപ്രകാരം അറസ്റ്റിലായി ജയിലിലായി. ജയിലിലെത്തുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ നഗ്നയാക്കി പരേഡ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് സ്നേഹലത തന്നെ തന്റെ സ്വന്തം ഡയറിയിൽ. 8 മാസത്തിലധികം ജയിൽവാസം, ചികിത്സ നിഷേധിക്കപ്പെട്ടു. 2 തവണ കോമയിലായി. തീർത്തും അവശയായതോടെ പരോൾ നൽകി മോചിപ്പിച്ചു. 5-ാം ദിവസം, മോചിതയായതിനു ശേഷം 5-ാം ദിവസം 1977 ജനുവരി 20 ജയിലിലെ പീഡാനുഭവങ്ങളുടെ ഫലമായി മരിച്ചു. സ്നേഹലതയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ നാടകാവിഷ്കാരമാണ് കോഴിക്കോട്ടെ ചിലങ്ക തിയേറ്റർ ഡിവൈഎഫ്ഐ സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച മിസ എന്ന നാടകം. നഗ്നതാ പ്രദർശനമെന്നും ക്യാമറ എന്നും ആളെ കൂട്ടാൻ തുണി ഉരിയുന്നുവെന്നും അധിക്ഷേപിച്ച് ആ നാടകത്തെ പരിഹസിക്കാൻ കേരളത്തിൽ ആളുണ്ടായി. അതും വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽപ്പെട്ട, വ്യത്യസ്ത ചിന്താധാരകളിൽപ്പെട്ട ആളുകൾ ഉണ്ടായി എന്നത് നിശ്ചയമായി ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്.